ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് 4-5 ട്യൂൺ ഇട്ടു. അത് ശരിയായില്ലെങ്കിൽ അദ്ദേഹം ചോദിക്കും തൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അങ്ങനെ വന്നൊരു പാട്ടാണ് അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും. എൻ്റെ ട്യൂൺ തന്നെ. കൂത്തമ്പലിൽ വെച്ചോ കുഴിമത്തും എൻ്റെ ട്യൂൺ തന്നെ. കാരണം കൂത്തമ്പലത്തിൽ വെച്ചോ സൗന്ദരരാജന് ട്യൂൺ ചെയ്യാറിഞ്ഞൂടാ, മലയാളമാണ്. അപ്പോൾ സാർ എനിക്ക് മലയാളം തിരിയാതെ സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൂത്തമ്പലത്തിൽ ഞാൻ കാനഡ രാഗത്ത് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കേൾപ്പിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഡെന്നീസ് ഓസോ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് കുറച്ച് വിപുലമാക്കി. അതിന് ഇടയ്ക്കുള്ള മ്യൂസിക്കിനകത്ത് തന്തര തന്തര എന്നൊക്കെ കൊണ്ടുവന്ന് അവനെ വലുതാക്കി, മനോഹരമാക്കി സൗന്ദരാജൻ. രണ്ടാമത്തെ പാട്ട് സൗന്ദരാജനോട് പറഞ്ഞു, സാർ இந்த உங்கள் ട്യൂൺ ഞാൻ എടുത്താച്ച് അടുത്ത പാട്ട് എൻ ട്യൂണിൽ എനിക്ക് എഴുതണം. അപ്പോൾ തനന്ന തനന്ന ട്യൂൺ പാടി തന്നു. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ എന്ന് മാറ്റിയത് ട്യൂൺ അനുസരിച്ച് ചെയ്തത്. അത് സൗന്ദരരാജൻ തന്നെ ട്യൂണാണ്. അതേ ട്യൂൺ അനുസരിച്ച് ഞാനിത് വരികളാണ്. ഈ രണ്ടും എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, രണ്ടും ഒരേപോലെ പോവും.